വയനാട്ടിൽ നിലവിൽ കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലുമാണ് CNG പമ്പുകളുള്ളത്. മാനന്തവാടി താലൂക്കിൽ എവിടെയും CNG പമ്പില്ല. 85 ഓട്ടോറിക്ഷകൾ മാത്രമാണ് CNG ഇന്ധനമായി നിരത്തിൽ ഓടുന്നത്. ഇവർക്ക് ഇന്ധനം അടിക്കണമെങ്കിൽ ചുരുങ്ങിയത് 35 കിലോമീറ്ററെങ്കിലും ഓട്ടോറിക്ഷയുമായി യാത്ര ചെയ്താൽ മാത്രമാണ് ഈ CNG അടിക്കാൻ കഴിയുക. ഈ പ്രദേശത്തെ ഡ്രൈവർമാരാണ് നമ്മളോടൊപ്പമുള്ളത്. ഇതെന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ എന്തായിരുന്നു വാഗ്ദാനം? ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ കമ്പനീൻ്റെ ഭാഗത്തുനിന്നും CNG ഡീലർമാരുടെ ഭാഗത്തുനിന്നും 2 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് പമ്പാകുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 1 കൊല്ലം 4 മാസമായി ഞാൻ വണ്ടി എടുത്തിട്ട്. അവർ ഇപ്പം പറയുന്നത് ഈ മാസം 30ലേക്ക് ഏകദേശം നമുക്ക് നോക്കാമെന്ന്. പക്ഷേ ഈ 30ലേക്ക് ഓപ്പൺ ആകുന്ന ലക്ഷണം ഞങ്ങൾ മാനന്തവാടി അന്വേഷിച്ചിട്ട് കാണുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ഈ പരിപാടി നിർത്തുന്നതാണ്. ഡീസൽ വണ്ടീൻ്റെ ഇനി ചാർജർ വണ്ടിയും ഗ്യാസ് വണ്ടിയാണ് പരമാവധി റോഡിൽ ഇറങ്ങുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാനല്ല ഫസ്റ്റ് പോയിട്ട് ഈ വണ്ടി എടുക്കാൻ കാരണം. ഞങ്ങൾ പെട്ട് കിടക്കുന്ന ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ സ്പെയറിന് ഒരു ചെറിയൊരു സൈലൻസറിന് 42,000 രൂപയാണ് ആ സൈലൻസറിൻ്റെ വില. നമ്മളിത് എവിടെ കൊണ്ടിട്ട് താങ്ങും? എങ്ങനെ ജീവിച്ചു പോകും? പെട്രോൾ ഓടിയിട്ട് കാര്യമില്ല. ആകെ 18-15 മൈലേജാണ് പെട്രോൾ ഓടിയാൽ കിട്ടുക. പിന്നെ അതുകൊണ്ട് ഓടി എത്താത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും കുറ്റ്യാടി പോകാൻ തുടങ്ങി. ഒരു ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ചുരം കയറി ഇറങ്ങണം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വണ്ടിക്കുണ്ട്. അതിപ്പോൾ എക്സ്ട്രാ ചിലവും വണ്ടീൻ്റെ ഒരു ബാക്കി ബാധിക്കില്ല. അതെ, ഇപ്പോൾ ഞാനിപ്പോൾ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു മാസത്തിൽ ഒരു 4 പോക്ക് പോകേണ്ടി വന്നാൽ എൻ്റെ ഒരു മാസത്തെ അടവ് ആ രീതിയിലേക്ക് പോവുകയാണ്. 1 കിലോമീറ്ററിൽ 1 കിലോ CNGയിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്താക്കും ഒരു പ്രാവശ്യം അങ്ങോട്ടേക്ക് ഒരു വൺ വേ ഒരു ഭാഗത്തേക്ക് മാത്രം വരും. തിരിച്ച് 1 കിലോ CNGയിൽ കൂടുതൽ വരും ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട്. അത് ഞങ്ങളുടെ വണ്ടീനെ മാത്രമല്ല 9 കിലോ കയറുന്ന ഗ്യാസ് സിലിണ്ടറും 7 കിലോ കയറുന്ന ഗ്യാസ് സിലിണ്ടറും 5 കിലോ കയറുന്ന സിലിണ്ടറും ഉണ്ട്. ഈ സിലിണ്ടറുകാർക്കൊക്കെ 5 കിലോ കയറുന്ന ആളുകൾക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ 2 കിലോ കഴിഞ്ഞു പോകും. പിന്നെ അവർക്ക് ഓടാനുള്ള അവസ്ഥ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കിലോമീറ്റർ ഓടും, ബാക്കി 3 കിലോ. ബാക്കി ശരാശരി ഒരു 90 കിലോമീറ്റർ ഓടി കിട്ടിയാൽ കിട്ടി. ഈ 90 കിലോമീറ്റർ ഓടുന്ന വണ്ടിക്കാരന് ശരിക്കും എന്താക്കുന്ന നഷ്ടത്തിലാണ് ഓടുന്നത്. പ്രകൃതി സൗഹൃദ ഇന്ധനം എന്നുള്ള നിലക്ക് അത് ഒന്ന് പരിശോധിക്കുക എന്നുള്ള നിലക്കാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. മൈലേജ് കൂടുതൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം കുടുങ്ങിയിട്ടാണുള്ളത്. ഇത് റീസെയിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമോയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇത്തരത്തിൽ ഈ CNG ഓട്ടോ ഓടിക്കുന്ന എല്ലാവരും പ്രതിസന്ധിയിലാണ്. ഏതാണ്ട് 15ലധികം ഡ്രൈവർമാർ ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെയുണ്ട്. 85 ഓട്ടോറിക്ഷകളാണ് ഈ താലൂക്കിലുള്ളത്. പലതരത്തിലുള്ള പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്. ഈ ഇന്ധനം നിറയ്ക്കാൻ 35 കിലോമീറ്റർ ചുരുങ്ങിയത് പോകണം. മാത്രമല്ല അതിനു വേണ്ടി വരുന്ന ചെലവ്, അതെല്ലാം പ്രശ്നമാണ്. എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇവർക്കെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.